ട്രിവാൻഡ്രത്തു നിന്ന് ഒരു പെൺകുട്ടിയെ കൊച്ചിയിലേക്ക് കല്യാണം കഴിച്ചു. നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അമ്മയാണ് ഈ പയ്യനെ വളർത്തിക്കൊണ്ടുവന്ന ഒറ്റ മകനാണ്. ഈ പെൺകുട്ടി ചെന്ന് കയറിയ അന്ന് മുതൽ ഇതിങ്ങനെയാണോ തോരൻ അരിയുന്നത്, പാത്രം കഴുകിയിട്ട് എന്തിനാ കമത്തി വെച്ചത്, ഇതൊക്കെയാണോ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്? രാവിലെ തുടങ്ങുമ്പോൾ മുതൽ നാഗ് ചെയ്ത് ഇവളൊരു പൊട്ടിത്തെറിക്കണതിന്റെ ഒരു കണ്ടീഷനിലേക്ക് എത്തി. ഇവളൊരു നിവർത്തിയില്ലാതെ വന്നപ്പം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല, ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറും. പാവം മനുഷ്യൻ, നട്ടലിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ജോലിക്ക് പോക്കോന്ന് പറഞ്ഞു ജോലിക്ക് പോയി. ഇവള് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഉദ്യോഗക്കാരി വരുന്നുണ്ട്, അമ്മയുടെ വായിൽ നിന്നുള്ള ഫസ്റ്റ് കാര്യം. ഇനി ഈ മകൻ വരുമ്പം ഈ അമ്മ ഗേറ്റിൽ പോയി നിൽക്കും. ഇന്നൊക്കെ എന്താ ഉണ്ടായെന്നറിയാമോ? അവളെന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ അടിച്ചു കയറ്റിയാണ് ഗേറ്റിൽ നിന്ന് ഈ മകൻ അകത്തേക്ക് വരുന്നത്. അകത്ത് വന്നോണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചോദിക്കും, നീ എന്തുവായി കാണിക്കുന്നേ? അവര് മാറി താമസിക്കാൻ തരും. മാറി താമസിച്ച ഒരു 4-5 മാസം സ്വർഗമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് ഫോൺ ചെയ്തിട്ട് ഭാര്യയോട് പറയുന്നു, നമുക്ക് 2 മാസം കൂടെ ഇവിടെ താമസിച്ചാൽ മതി, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, നമുക്ക് തിരിച്ചു പോകണം. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. അവളെ തിരിച്ച് സ്വീകരിക്കാതിരിക്കാൻ പറയുന്ന ഒരു ന്യായം. അവൾ എന്നോട് ദേഷ്യപ്പെട്ടു. ഇത് ബിൽഡ് ചെയ്ത് വരുമായിരുന്നു. അതാരും കാണില്ല. ഈ പെൺകുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പെൺകുട്ടി പറയണത്, ഈ അമ്മ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഈ പയ്യന്റെ പുറകിൽ നിൽക്കും. എന്നിട്ട് ഇവൻ അവളെ ചീത്ത പറയുമ്പോൾ പുറകിൽ നിന്നിങ്ങനെ ആക്ഷൻ കാണിച്ച് ചിരിക്കും. പലപ്പോഴും ഈ കുടുംബക്കാർക്ക് മനസ്സിലാകുന്നില്ല ഈ വക പ്രശ്നങ്ങൾ ഇത് എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത് എന്നുള്ളത്.